ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തീർത്ഥാടനം എന്നുള്ളത് ഭാരത സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർത്ഥം എന്നാൽ നമ്മൾ സേവിക്കുന്നത് എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. പുണ്യസ്ഥലങ്ങൾക്കും നമ്മൾ തീർത്ഥം എന്ന് പറയാറുണ്ട്. ആ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജം, ചൈതന്യം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ തീർത്ഥങ്ങൾ 2 തരത്തിലുള്ളതായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ചരതീർത്ഥവും അചരതീർത്ഥവും. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ അർത്ഥവും മനസ്സിലാകും. അചരതീർത്ഥം എന്ന് പറഞ്ഞാലോ അനങ്ങാത്തത്, ചലിക്കാത്തത് എന്നൊക്കെയാണ്. ചരതീർത്ഥം എന്ന് പറഞ്ഞാൽ അനങ്ങുന്നത്, ചലിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ അചരതീർത്ഥത്തിൽ പെടുന്നത് എന്തൊക്കെയാണ്? ക്ഷേത്രങ്ങളെല്ലാം അചരതീർത്ഥമാണ്. അതെവിടെയാണോ ഉള്ളത് അതുപോലെ അവിടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ഷേത്രത്തിലെ മൂർത്തിയെ ദർശിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അവിടെ പോയാലോ ആ ഒരു മൂർത്തിയുടെ ചൈതന്യം നമ്മളിലേക്കും ലഭിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാൽ ചരതീർത്ഥങ്ങളുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നവ. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് വരാൻ സാധ്യതയുള്ള തീർത്ഥങ്ങളാണ് ചരതീർത്ഥം. ഇതാരാണെന്ന് ചോദിച്ചാൽ മഹാത്മാക്കളാണ് ഈ ചരതീർത്ഥങ്ങൾ. ഇതിനെപ്പറ്റി മഹാഭാഗവതത്തിലും ഭാരതത്തിലുമെല്ലാം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചരതീർത്ഥമായിട്ടുള്ള മഹാത്മാക്കൾ സഞ്ചരിക്കുന്നത്, പുണ്യസ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമുക്ക് പുണ്യം കിട്ടാൻ വേണ്ടി, നമുക്ക് ആ പുണ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മഹാഭാരതത്തിൽ ഒരു രംഗമുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് ദുര്യോധനൻ വിദുരരെ വളരെയധികം അധിക്ഷേപിക്കുന്നുണ്ട്. അതിന് കാരണം വിദുരർ പറയുന്നുണ്ട് പാണ്ഡവർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ വളരെയധികം അധിക്ഷേപിക്കുന്നു. രാജ്യസഭയിലാണ്. വിദുരർ വളരെയധികം കാര്യങ്ങൾ ന്യായയുക്തമായി, നീതിയുക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വിദുരനീതി എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ദുര്യോധനൻ ഇതൊന്നും കേൾക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അതിന് കേട്ടില്ല എന്ന് മാത്രമല്ല, വളരെയധികം അധിക്ഷേപിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇങ്ങോട്ട് ആരാണ് വിളിച്ച് എഴുന്നള്ളിച്ചത് എന്നുകൂടി ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ദുര്യോധനൻ്റെ പിതാവ് തന്നെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷേ അത് നേരിട്ട് പറയാതെ വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. തനിക്കിതൊന്നും ഇഷ്ടമായില്ല എന്നുള്ള അർത്ഥത്തിൽ. വിദുരരെ വളരെയധികം അധിക്ഷേപിച്ചു. മാത്രമല്ല, വിദുരരെ ദണ്ഡനീതി അല്ലെങ്കിൽ വിദുരരെ ഉപദ്രവിക്കണം എന്നുകൂടി ഭടന്മാരോട് പറഞ്ഞു. അതോടുകൂടി അതിനൊന്നും നിൽക്കാതെ വിദുരർ തൻ്റെ അമ്പുവില്ലുമെല്ലാം ആ പടവുകളിൽ വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നീട് നമ്മൾ വിദുരരെ കാണുന്നത് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. വിദുരർ തീർത്ഥാടനത്തിനായിട്ട് പോവുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ രാജാവായ സമയത്ത് വിദുരർ തിരിച്ചെത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് യുധിഷ്ഠിരന് വളരെയധികം സന്തോഷമായി. വിളിച്ചു വരുത്തി ഉപചാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം അങ്ങ് എവിടെയായിരുന്നു? എന്താണെങ്കിലും അങ്ങ് ഒരു തീർത്ഥാടനത്തിന് പോയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വിശേഷപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാം അങ്ങ് സന്ദർശിച്ചു? ഒരു കാര്യം പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഈ തീർത്ഥസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് പുണ്യം നേടേണ്ട ഒരാളല്ല അങ്ങ്. കാരണം എന്താണ്? അങ്ങ് തന്നെ ഒരു തീർത്ഥമാണ്. മറിച്ച് അങ്ങ് ഈ തീർത്ഥസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചതുകൊണ്ട് അവിടെയുള്ളവർക്ക് പുണ്യം ലഭിച്ചു എന്ന്. അപ്പോൾ ഇത് മഹാഭാരതത്തിൽ വരെ പറഞ്ഞിരിക്കുന്നു. മഹാത്മാക്കൾ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നമുക്ക് പുണ്യമേകാനാണ്. ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം പണ്ട് കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട്, അന്നത്തെ പഴയ അതിർത്തി, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ശങ്കരാചാര്യന്മാർ സഞ്ചരിക്കുന്ന ഒരു രീതി. അതായത് നമുക്കറിയാം, ആദിശങ്കരാചാര്യർ ഭാരതത്തിൽ 4 മഠങ്ങളാണ് സ്ഥാപിച്ചത്. ഈ 4 മഠങ്ങളുടെയും പ്രതിനിധികളായിട്ടുള്ളവർ കേരളത്തിലുണ്ട്. കേരളത്തിലും ഈ 4 മഠങ്ങളുമുണ്ട്. അപ്പോൾ ഈ 4 മഠത്തിലെ ശങ്കരാചാര്യന്മാരും കാഞ്ചിയിലെ ശങ്കരാചാര്യന്മാരുമെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സഞ്ചരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവിടെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ചെന്ന് അവിടുത്തെ ഗർഭഗൃഹത്തിനുള്ളിൽ കടന്ന് പൂജ ചെയ്ത് അവിടുത്തെ വിഗ്രഹത്തിന് ചൈതന്യ വർധനവ് നൽകും. അപ്പം നമ്മൾ വിചാരിക്കും, ഭഗവാന് ചൈതന്യം വർദ്ധിപ്പിക്കണോ? അതും ഇങ്ങനെയുള്ള ആളുകൾ? ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദേവന്മാർ അനേകമാണ്.
ദേവന്മാർക്ക് ചൈതന്യലോപം ഉണ്ടാകും, ചൈതന്യവർദ്ധനവും ഉണ്ടാകും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താപസന്മാരായിട്ടുള്ള ഇതുപോലെയുള്ള ശങ്കരാചാര്യന്മാർ അവരുടെ തപസ്സിൻ്റെ ഒരു ഭാഗം ഈ വിഗ്രഹത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കുംഭാഭിഷേകമൊക്കെ ചെയ്യുമ്പോഴും പൂജകൻ്റെ ശക്തി ചൈതന്യം ഒരു പരിധിവരെ ഈ വിഗ്രഹത്തിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ ഇതെല്ലാം ഓരോ ഊർജത്തിൻ്റെ ഭാവങ്ങളാണ്. നമുക്കറിയാം പ്രകാശമാണെങ്കിലും ശബ്ദമാണെങ്കിലും എല്ലാം ഊർജമാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയി എന്ന് പറയില്ലേ? അപ്പോൾ ശബ്ദത്തിന് ആ ഊർജം പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ട്. സൗണ്ട് ഈസ് ഓൾസോ എ ഫോം ഓഫ് എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ ഇതിനെല്ലാം ആ ഒരു ഉത്തേജനം തരാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് നിന്നിരുന്നു. ഇതിന് പറയുന്ന പേര് ശങ്കര സ്മൃതി യാത്ര എന്നാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇത് നിന്നുപോയി. വീണ്ടും കാഞ്ചിയിലെ മുൻപത്തെ ശങ്കരാചാര്യരായിരുന്ന പെരിയവരായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികൾ ഇത് വീണ്ടും തുടങ്ങി വെച്ചു. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും നിന്നുപോയി. എന്നാൽ ഈ സമ്പ്രദായം വീണ്ടും നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇതുപോലുള്ള ആചാര്യന്മാർ, സന്യാസിവര്യന്മാർ അവരുടെ തപസ്സിൻ്റെ ഒരു ഭാഗം ആ ക്ഷേത്ര വിഗ്രഹത്തിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യമാണ് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടുകൂടി ആ നാട്ടിലുള്ളവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നു. ഈ ഒരു സമ്പ്രദായത്തിൻ്റെ പ്രാധാന്യം ഇതാണ്. ഇന്നും ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും ശങ്കരാചാര്യരായിട്ടുള്ള പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്നും പത്മനാഭസ്വാമിക്കല്ല, തൊട്ട് വശത്തുള്ള നരസിംഹസ്വാമിക്ക് ഗർഭഗൃഹത്തിനുള്ളിൽ കയറി എല്ലാ ദിവസവും പൂജ ചെയ്യുന്നുണ്ട്. കാരണം ആ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ അധിപൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനെ നിലനിർത്തുന്നത് എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയാണ്. അപ്പോൾ അവിടെ കയറി പൂജ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മളുടെ കേരളത്തിലും നിലനിന്നിരുന്നു. അതിൻ്റെ പ്രാധാന്യം, ചരതീർത്ഥം എന്നുള്ള ഈ മഹാത്മാക്കളുടെ പ്രാധാന്യം ഇതാണ്. അപ്പോൾ ഇതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ഇതുപോലുള്ള മഹാത്മാക്കളെ നമ്മളുടെ ഗൃഹത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക. പണ്ട് കാലത്ത് ഇതുപോലുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സന്യാസിമാരായിട്ടുള്ളവരെയെല്ലാം ഗൃഹത്തിൽ കൊണ്ടുവന്ന് അവർക്ക് ഭിക്ഷയൊക്കെ കൊടുക്കുക. കാരണം അവരുടെ പാദം നമ്മുടെ ആ ഗൃഹത്തിൽ സ്പർശിക്കുക. അവർ വരുമ്പോൾ അവരുടെ ആ ചൈതന്യവും ആയിട്ടാണ് അവർ വരുന്നത്. ആ ചൈതന്യം നമ്മളിലേക്കെല്ലാം സ്വാഭാവികമായിട്ട് പകരും. ആ ചൈതന്യം ആ ഭൂമിയിൽ നിക്ഷേപിക്കപ്പെടും. ഇതെല്ലാം നമ്മൾ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, ഇന്നത്തെ സയൻസിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഊർജമാണ്. ഇപ്പോൾ നമ്മൾ വസ്ത്രം തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തേപ്പൊട്ടിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ചൂട് വരും. ഇതുപോലെ തന്നെ ഇവരിലുള്ള ഊർജം, അതും ഒരു ഊർജമാണ്. ആ ഊർജം നമ്മളിലേക്കും എത്തിച്ചേരുന്നു. ഇനി അതല്ല എങ്കിലോ, ഇവരിതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ വരുമ്പോൾ നമ്മൾ അവരെ പോയി അവിടെ കാണുക, അവരെ നമസ്കരിക്കുക. പലപ്പോഴും സംഭവിക്കാറുള്ളത്, പറയാറുണ്ട്, സന്യാസിമാരെ ഒരിക്കലും സ്പർശിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല എന്ന്. കാരണം സ്പർശനത്തിലൂടെ പോലും ആ ഊർജ കൈമാറ്റം നടത്തപ്പെടും. നമ്മളിൽ കൂടുതലും അവരെ അപേക്ഷിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജമുണ്ടെങ്കിൽ അത് അവരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഹാത്മാക്കളുടെയൊക്കെ കാലിൽ അവസാന കാലഘട്ടങ്ങളിലൊക്കെ വളരെ നീരായിരിക്കും. അത് പലപ്പോഴും ഈ ഊർജ കൈമാറ്റം കൊണ്ട് നമ്മളുടെ പ്രാരബ്ധം പലപ്പോഴും അവരെ ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ട് ചിലരൊന്നും നമസ്കരിക്കാനോ തൊടാനോ സമ്മതിക്കാറില്ല. എങ്കിലും അവരെ ഈ പുണ്യ കേന്ദ്രങ്ങളിൽ പോയി നമസ്കരിച്ച് അവരുടെ ആ അനുഗ്രഹം മേടിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമുക്ക് ദർശനം, അവരുടെ ഒരു സ്പർശനം അല്ലെങ്കിൽ അവരുടെ ഭാഷണം, അവരായിട്ട് നമ്മളെ ഇങ്ങോട്ട് അനുഗ്രഹിക്കുകയൊക്കെ ആണെങ്കിൽ ആ ഒരു ഊർജം, ആ ഒരു ചൈതന്യം നമ്മളിൽ എന്നും ഉണ്ടാകും. ഇതാണ് ചരതീർത്ഥത്തിൻ്റെ, ഇതുപോലുള്ള മഹാത്മാക്കളുടെ പ്രാധാന്യം. ആത്മീയ കഥകളുടെ ഈ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.